പല കുടുംബത്തിലും പലരും ഇന്ന് മാന്യന്മാരല്ല. പലരും സമൂഹത്തിൽ മാത്രമേ മാന്യന്മാരാകുന്നുള്ളൂ. സ്വന്തം കുടുംബത്തിൽ പലർക്കും മാന്യത കൈവരിക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമാധാനക്കേടും മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുങ്ങി. 1, പരിഗണനയില്ലായ്മ. 2, അമിത ദേഷ്യം. 3, പിശുക്കത്തരം കാണിക്കുക എന്നുള്ളത്. ഈ 3 സ്വഭാവം ഒരു കുടുംബത്തിലുണ്ടോ, ആ കുടുംബം കൈവിടും. ആ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും. അതിലൊന്ന് പരിഗണനയില്ലായ്മ. ഇന്ന് പല കുടുംബത്തിലും സംസാരം കുറവാ. വീട്ടിലെത്തിയാൽ ഭർത്താവ് ഫോണിന്റെ മുൻപിൽ. പലപ്പോഴും പല പെൺമക്കളും ഭാര്യമാരും പറയും, ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളെ ഫോണൊന്നും അവിടെ വെക്കി. ആ ഫോൺ വെക്കുമ്പോഴേക്കും 100,000 കാര്യം, അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. വേണ്ട, കുടുംബത്തിൽ തുറന്ന സംസാരത്തിന് സമയം കണ്ടെത്തണം, പരിഗണന കൊടുക്കണം. അള്ളാന്റെ ഹബീബിനെ ഏത് ഭാര്യക്കും പ്രിയപ്പെട്ടതാക്കിയത് അവരെന്ത് സങ്കടങ്ങളും അള്ളാന്റെ ഹബീബ് കേൾക്കാനിരിക്കുന്നുള്ളതുകൊണ്ടാ. 12 കെട്ടിയ റസൂലുള്ളാന്റെ ചരിത്രം പറഞ്ഞ്, 4 കെട്ടാവുന്ന ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് 4 വരെ കെട്ടട്ടോ എന്ന് പറഞ്ഞതേ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനുമല്ല. 12 കെട്ടിയ തിരുദൂതനോട് 12 ഭാര്യമാർക്കും സ്നേഹ, 1 കെട്ടി എന്നോടും നിങ്ങളോടും ആ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ 4 കെട്ടാന്നുള്ള പത്വയല്ല അവിടെ വേണ്ട. അവിടെയാണ് പരിഗണന. അവൾക്കുള്ള സമയം കൊടുക്കണം, അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരല്പസമയമെങ്കിലും ഫോണ് ലാപ്ടോപ്പ് മാറ്റിവെക്കണം, എങ്കിലേ കുടുംബം രക്ഷപ്പെടൂ. ഫോണ് മോശം എന്നെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കേണ്ട. ഫോണാണ് ലോകത്തെ ഏറ്റവും നല്ല കണ്ടുപിടുത്തം. ഈ ഫോൺ കൊണ്ട് തന്നെയാ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നതും. പല കുടുംബത്തിലും സംസാരിക്കാൻ ആളെ കിട്ടുമ്പം പണ്ട് ഒപ്പരം കൂടെ പഠിച്ച 10ാം ക്ലാസിന്റെ ഗെറ്റ് ടുഗദറിന് ഒരു ഹായും കൂയും കിട്ടി വിഷമങ്ങൾ അന്വേഷിക്കുന്നവന്റെ അഭിനയത്തിന്റെ തോന്നലുകളും അഭിനയത്തിന്റെ പൊലിപ്പിക്കലും കാണുമ്പോ കുടുംബത്തിലെ പെൺകുട്ടികൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ? സംസാരം കേൾക്കാൻ ആളില്ല, സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല, തുറന്ന് സംസാരിക്കാൻ സമയമില്ല. ഒരു ഫ്രണ്ട്സിന്റെ വില പോലും കുടുംബത്തിലെ ഭാര്യയ്ക്ക് കൊടുക്കാത്തവരുണ്ട്. ചിലരൊക്കെ പറയാറില്ലേ, നാട്ടിലാകെ ലീവിന് വരുന്നത് 30 ദിവസം, 25 ദിവസവും കൂട്ടുകാരപ്പര, ഒന്നെങ്കിൽ നാട്ടിലെ കളി, അല്ലെങ്കിൽ ടൂറ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടി. എനിക്കെൻ്റെ വീട്ടിലൊന്ന് പോകണമെങ്കിലോ എൻ്റെ കുടുംബക്കാരെടുത്തൊന്ന് പോകണമെങ്കിലോ സമയം കിട്ടാത്ത അവസ്ഥ. ഒരു ഫ്രണ്ട്സിന്റെ പരിഗണന പോലും എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്നില്ല എന്ന് ഒരു വീട്ടിലെ പെണ്ണ് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, എത്ര അധ്വാനിച്ച കുടുംബം പോറ്റുന്നവനാണെങ്കിലും അവനൊരു നല്ല ഭർത്താവാണെന്ന് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല.